മെയ് മാസം 28 ക്രിസ്തുവർഷം 2025. പലാരൂരും ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ബൈബിൾ പഠനവുമായി ദൈവകൃപയാൽ ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. ദൈവം നൽകുന്ന ഓരോ പുതിയ അവസരങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് വ്യക്തിപരമായിട്ട് നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന ഏവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ തിരുവചന വായനയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനം പുസ്തകം 2-ാം അധ്യായം 2-ാം സങ്കീർത്തനം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. തിരുവചന വായന സങ്കീർത്തന പുസ്തകം 2-ാം സങ്കീർത്തനം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? യഹോവയ്ക്കും അവൻ്റെ അഭിഷേകത്തിനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നു. നാം അവരുടെ കൈകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളക. സ്വർഗ്ഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. അന്ന് അവൻ കോപത്തോടെ അവരോട് അരുളിച്ചെയ്യും, ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും. എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളിച്ചെയ്തു, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ അവകാശമായും തരും. ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശവൻ്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. ആകയാൽ രാജാക്കന്മാരെ ബുദ്ധി പഠിപ്പിൻ, ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുവിൻ. ഭയത്തോടെ യഹോവയെ സേവിപ്പിൻ, വിറയലോടെ ഘോഷിച്ചുല്ലസിപ്പിൻ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ. അവൻ്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും. അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, കഴിഞ്ഞ ആഴ്ച ഞങ്ങളെ സൂക്ഷിച്ച പരിപാലിച്ച കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. ഇപ്പോൾ നിൻ്റെ വചനം ഞങ്ങൾ പഠിക്കുമ്പോൾ അവിടുത്തെ പരിശുദ്ധനാമം ഞങ്ങളെ പഠിപ്പിക്കണമേ. ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാക്കുവാൻ, ഇസ്രായേലിനെ കുറിച്ചുള്ള പദ്ധതി മനസ്സിലാക്കുവാൻ, രക്ഷയെ സംബന്ധിച്ച ഉപദേശങ്ങൾ അത് സ്വീകരിക്കുവാൻ, വിശ്വസിക്കുവാൻ പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. നമ്മൾ പഠിച്ചു വരുന്ന വിഷയം ക്രൈസ്തവ വിശ്വാസ ജീവിതമാണ്. ക്രൈസ്തവ വിശ്വാസ ജീവിതത്തെ പരിശുദ്ധാത്മ ജീവിതമെന്നും ആത്മീയ ജീവിതമെന്നും നാം വിളിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുകയും ആ ജീവിതം അപ്രകാരമാകിയാൽ, പരിശുദ്ധാത്മാവിനാകിയാൽ അതിന് ആത്മീയ ജീവിതം എന്നും നാം വിളിക്കാറുണ്ട്. ആത്മാവാണ് ജീവൻ നൽകുന്നത്. അവനാണ് വീണ്ടും ജനിപ്പിക്കുന്നത്. റീജനറേഷൻ, വീണ്ടും ജനനം നമ്മളിൽ ഉണ്ടാക്കുന്നത് പരിശുദ്ധാത്മാവാണെന്ന് വിശ്വസിക്കുന്ന മാത്രമേ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരു വലിയ പ്രക്രിയയാണ്. പരിശുദ്ധാത്മാവ് ആ നിമിഷം മുതൽ, ആ മാത്രം മുതൽ പരിശുദ്ധാത്മാവ് വിശ്വാസിയിൽ വസിക്കുന്നു, നിറയ്ക്കുന്നു, മുദ്രയിടുന്നു, നടത്തുന്നു. അപ്പോൾ 4 പ്രധാനപ്പെട്ട പരിശുദ്ധാത്മാവിന് വേറെ കാര്യങ്ങളും ഉണ്ട്. എങ്കിലും ഞാൻ 4 കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാ വിശ്വാസിയിൽ വസിക്കുന്നു, അവനിൽ നിറയ്ക്കുന്നു, അവനെ മുദ്രയിടുന്നു, അവനെ നടത്തുന്നു. ഈ നടക്കുക എന്നുള്ളത്, വാക്ക് ഇൻ ദി സ്പിരിറ്റ് എന്നുള്ളത് നമ്മൾ ഗലാത്യലേഖനത്തിൽ വായിച്ചതാണത്. അത് പരിശുദ്ധാത്മാവുള്ള നടപ്പ്, അതാണ് ക്രൈസ്തവ ജീവിതം. അതൊരു കൽപ്പനയായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് നാം അപ്രകാരം തന്നെ ചെയ്യണം. അതുകൊണ്ട് അത് ആരംഭിച്ച് അതിൽ തുടരുക എന്നുള്ളതാണ് ക്രൈസ്തവ ജീവിതം അഥവാ ആത്മീയ ജീവിതം. എഫേസ്യർ 1 മുതൽ 13 വരെ നമ്മൾ വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആരംഭം എപ്രകാരം എന്നുള്ളത് നാം പല ക്ലാസ്സുകളിൽ അത് ഓർമ്മിപ്പിക്കുകയുണ്ടായി. അത് ആരംഭിക്കണം. അത് ജന്മനാനല്ല, ഒരു സംഘടനയോ ഒരു വ്യക്തിയോ ഒരു ശുശ്രൂഷകനോ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാൽ അല്ല അത് ആരംഭിക്കുന്നത്. അത്
പരിശുദ്ധാത്മാവിനിൽ ആരംഭിക്കുകയും പരിശോധന തുടരുകയും അത് നിത്യതയോളം തുടരുന്ന ഒരു പ്രക്രിയയായിട്ട് നമുക്ക് കാണാൻ കഴിയും. എഫേസ്യ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം വളരെ ശ്രദ്ധേയമായ ഒരു വാക്യമാണ്. അത് ഇപ്രകാരമാണ് വായിക്കുന്നതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അവനിൽ നിങ്ങളും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വജനത്തിൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അപ്പോൾ ഇത് വളരെ ശ്രദ്ധേയമായ ഒരു ദൈവവചന പ്രഖ്യാപനമാണ്. സുവിശേഷം കേൾക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്തിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അതുകൊണ്ട് സുവിശേഷ കേൾവി അത് എത്രയോ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് കേട്ട് വിശ്വസിക്കുമ്പോഴാണ് നാം നമ്മുടെ ക്രിസ്തീയ ജീവിതം, ആത്മീയ ജീവിതം ആരംഭിക്കുന്നത്. അത് എത്ര വേഗത്തിലാകുന്നുവോ അത് അത്രയും നല്ലത്. എന്നാൽ ഇതിൻ്റെ 100% ഈ സുവിശേഷവും അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളും അത് 66 പുസ്തകങ്ങളിലെ ദൈവിക ഉപദേശങ്ങൾ അടങ്ങിയ ഒന്നാണ് സുവിശേഷം എന്നുള്ളത്. അത് മൊത്തത്തിൽ പഠിച്ചിട്ടല്ല ഞാനോ നിങ്ങളോ ഏറ്റവും പണ്ഡിതനായ ഒരു വ്യക്തിയോ വേദപുസ്തകത്തിലെ പണ്ഡിതനായ വ്യക്തിയോ രക്ഷിക്കപ്പെടുന്നു. സുവിശേഷം കേട്ട് നാം വിശ്വസിക്കുന്ന മാത്രമേ നൽകുന്നു. എന്നാൽ സുവിശേഷം എന്താണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമുക്കറിയാം. നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ളൊരു വേദഭാഗമാണ് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അപ്പസ്തോലനായ പൗലോസ് കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 15-ാം അധ്യായത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നത്: എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്നവിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിന് പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെഴുത്തിന് പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇതാണ് സുവിശേഷം എന്നുള്ളത്. ഈ സുവിശേഷം നമ്മൾ കേട്ട് അത് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത്. അതോട് ബന്ധപ്പെട്ട് നാം പരിശുദ്ധാത്മാവിൽ മുദ്രയിടപ്പെടുകയും ചെയ്യുന്നു. ആയതിനാൽ ആത്മരക്ഷ, നിത്യരക്ഷ, പാപക്ഷമയോടുള്ള ബന്ധത്തിൽ നമുക്ക് ലഭിക്കുന്ന നീതി, നമുക്ക് അനുസരണവും ലഭിക്കേണ്ട ആവശ്യമുണ്ട്. അത് യേശുക്രിസ്തുവിൻ്റെ അനുസരണമാണ്. അത് നമുക്ക് നമ്മുടേതായി കണക്കിടുന്നു നമ്മൾ വിശ്വസിക്കുന്ന മാത്രയിൽ. അങ്ങനെ ഇതെല്ലാം ഈ നീതി ഇവ ലഭിക്കുന്നത് സംഘടനയിൽ നിന്നോ സംഘടനാ നേതൃത്വത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ അല്ല. അത് പ്രത്യുത യേശുക്രിസ്തുവിൽ മാത്രം വിശ്വാസത്താൽ മാത്രം ലഭിക്കുന്ന ഒന്നാണ്. അപ്പസ്തോല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് വിശ്വാസത്താൽ മാത്രം, യേശുക്രിസ്തുവിൽ മാത്രം എന്നുള്ളതിന് ആധാരമായിരിക്കുന്ന പരമപ്രധാനമായ ഒരു വേദവാക്യമാണ് അപ്പസ്തോല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. മറ്റൊരുത്തരിലും രക്ഷയില്ല, ഞാൻ രക്ഷിക്കപ്പെടുന്ന ആകാശത്തിന് കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അതിന് മുന്നുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവാണ്, നസ്രായനായ യേശുവാണ്. ദൈവം മരിച്ചവരിൽ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ ഉയർത്തിപ്പിച്ചവനും നസ്രായനായ യേശു. അവൻ്റെ നാമം മാത്രമാണ് ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട ഏക നാമം. വേറൊരു നാമം ഇല്ല എന്നുള്ളത് വളരെ നമ്മളെ ചൊടിപ്പിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് ഈ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നാം നമ്മുടെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കേണ്ടത് ആവശ്യമിക്കമാണ്. രക്ഷിക്കാനുള്ള ഏകനാമം അത് യേശു ക്രിസ്തു എന്ന നാമം മാത്രമാണ്. അങ്ങനെ സുവിശേഷത്തിൽ വിശ്വസിച്ച്, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച്, പരിശുദ്ധാത്മാവിനെ ലഭിച്ച് ആത്മീയ ജീവിതം തുടങ്ങുക. അതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ള വിഷയം.
ക്രൈസ്തവ ജീവിതത്തിലെ പ്രധാന ഉപദേശമാണ് ഇസ്രായേൽ. അതുകൊണ്ട് ക്രൈസ്തവ ജീവിതത്തിൽ നമുക്ക് ഒരു സ്വസ്ഥതയും സമാധാനവും ഒരു സമാധാനമായിട്ട് മുന്നോട്ട് പോകാൻ തക്കവണ്ണം. കാരണം ഈ ലോകം അതുപോലെ ദുഷ്ടൻ്റെ കീഴിലാണ്. സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിലാണ്. ദുഷ്ടനാണ് ഇവിടെ ഭരിക്കുന്നത്. അതുകൊണ്ട് ഈ ദുഷ്ടലോകത്തിൽ നമുക്ക് സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഉണ്ടാകണമെങ്കിൽ ഈ ക്രൈസ്തവ ജീവിതം ആവശ്യമാണ്. അത് ആരംഭം ആവശ്യമാണ്, അത് തുടരേണ്ടതും ആവശ്യമാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശവും നമുക്ക് കാണാൻ പറ്റിയ ഒരു കാര്യം കൂടിയാണ് ഇസ്രായേൽ എന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ 1948 മെയ് 14 മുതൽ ദൈവത്തിൻ്റെ കലണ്ടറിൽ അത് കൗണ്ട് ഡൗൺ തുടങ്ങിയിരിക്കുകയാണ്. ദൈവം അതിൻ്റെ അവസാനത്തിലേക്ക് പോകുമ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ കൗണ്ട് ഡൗൺ നമ്മൾ ചെയ്യുക. നമുക്കറിയാം, നമ്മൾ ഉപഗ്രഹങ്ങളൊക്കെ വിക്ഷേപിക്കുമ്പോൾ അത് പല സംഖ്യകളിലും തുടങ്ങി അവസാനം 5, 4, 3, 2, 1 അത് ശേഷം അവർ പ്രസ് അമർത്തുന്നു. ഇത് റോക്കറ്റ് മുന്നോട്ട് പോകുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ കൗണ്ട് ഡൗൺ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് 1948 മെയ് 14 മുതൽ. അതുകൊണ്ട് ഇത് ക്രൈസ്തവ ജീവിതത്തിന് ആശ്വാസവും സ്റ്റെബിലിറ്റി, ഒരു സ്ഥിരത നൽകുവാൻ തക്കവണ്ണം നമുക്ക് കാണാൻ തക്കവണ്ണം ദൈവം നൽകിയിരിക്കുന്ന വലിയൊരു അത്ഭുതം കൂടിയാണ് ഇസ്രായേൽ എന്നുള്ളത്. ഇസ്രായേലിനെ സംബന്ധിച്ച് നമ്മൾ ആരംഭിക്കുകയാണെങ്കിൽ അബ്രാഹാമിനെ 2000 BC ദൈവം അവന് മഹത്വവാനായ ദൈവം അവന് പ്രത്യക്ഷപ്പെട്ട് അവനെ വിളിച്ചു. അവനത് വിശ്വസിച്ചു. അവന് വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു, അവന് ഉടമ്പടി ചെയ്യുന്നു. അതോടുകൂടി ഇസ്രായേലിൻ്റെ ചരിത്രം ആരംഭിക്കുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് ദൈവിക പദ്ധതി ആരംഭിക്കുന്നത് 2000 BC ആണ്. അത് ഞാൻ ഈ ഡേറ്റ്സൊക്കെ പറയാനുള്ള കാരണം നമുക്കൊരു ഇതിനെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാട് ആവശ്യമാണ്. ഇത് ചരിത്രത്തിൽ നടന്ന ഒരു ദിവസം നടന്ന ഒരു കാര്യമാണ്. അത് ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാണ്. അവിടെ മുതലാണ് ഇസ്രായേലിൻ്റെ ആരംഭം. അബ്രാഹാമിനെ വിളിക്കുന്നതോടുകൂടി, അവൻ വിശ്വസിക്കുന്നതോടുകൂടി, അവന് ദൈവം കൊടുക്കുന്ന വാഗ്ദാനങ്ങളും തുടർന്നുള്ള ഉടമ്പടികളും, അതിനുശേഷം വാഗ്ദത്ത സന്തതി ഇസ്ഹാക്കും, അതിൽ നിന്നുള്ള 12 ഗോത്രപിതാക്കന്മാരും, അങ്ങനെ ഇസ്രായേൽ ആരംഭിക്കുകയാണ്. 1500 BC ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുത്ത് ചെങ്കടൽ കടന്ന് സീനായി മലയിൽ ന്യായപ്രമാണം ലഭിച്ചു. യഹോവ അതിരുകൾ തിരിച്ച് കാനാൻ ദേശം നിത്യ അവകാശമായി കൊടുത്തു. ഇതാണ് ഇസ്രായേൽ. ഇത് 1500 BC ബിഫോർ ക്രൈസ്റ്റ്, 1500. ഇന്നൊക്കെ 3500 ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പ് ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് അവനെ വിടുവിച്ച് ചെങ്കടൽ കടന്ന് ന്യായപ്രമാണം ലഭിച്ച് ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്ത് ഒരു കാനാൻ ദേശം അതിൻ്റെ അതിരുകൾ പ്രഖ്യാപിച്ചതിന് ശേഷം അത് അവർക്ക് അവകാശമായി കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഇസ്രായേലിൻ്റെ രാഷ്ട്രീയ ജീവിതവും അവരുടെ ദൈവം കൊടുത്ത വാഗ്ദത്ത ദേശത്തെ സംബന്ധിച്ച കാര്യങ്ങളും ആരംഭിക്കുന്നത്. അങ്ങനെ എന്നാൽ ന്യായപ്രമാണം അനുസരിച്ചാൽ, അപ്പോൾ ന്യായപ്രമാണം കൊടുത്തു സീനായി മലയിൽ. അപ്പോൾ അതിനകത്തുള്ളൊരു ക്ലോസാണ്, നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കും, നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷ ലഭിക്കും. അത് നിത്യ രക്ഷയ എന്നുള്ളൊരു വിഷയമല്ല, അത് ബാലശിക്ഷ എന്നാണ് പറയുന്നത്. ഒരു ഡിസിപ്ലിനാണത്. ദൈവം താൻ സ്നേഹിക്കുന്നവരെ അവൻ ശിക്ഷിച്ച് വളർത്തുന്നു. അതുകൊണ്ട് അവൻ അനുസരണം പഠിപ്പിക്കാൻ തക്കവണ്ണം നമ്മളൊരു പ്രമാണമായിരുന്നു. നമുക്കറിയാം, എന്നാൽ നമ്മളെപ്പോലെ തന്നെ ഈ ഇസ്രായേൽ ജനവും അവർ അനുസരണക്കേട് കാണിച്ചു എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ന്യായപ്രമാണം അനുസരിച്ച് അനുഗ്രഹവും അനുസരണക്കേടിന് ശിക്ഷയും പ്രഖ്യാപിച്ചു. തിരുവചനത്തിൽ മാഞ്ഞു പോകാതെ സൂക്ഷിച്ചിട്ടുണ്ട്. അതാണ് ദൈവത്തിൻ്റെ പ്രാധാന്യം. ഇത് എപ്രകാരമായിരിക്കും ദൈവം വീണ്ടെടുത്ത ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ദൈവം ഇടപെടുന്നത്? നമുക്കറിയാം 722 BC, ഇതെല്ലാം BC ആണ്, ബിഫോർ ക്രൈസ്റ്റ്. 722 വടക്കൻ 10 ഗോത്രപിതാക്കന്മാരും അവരുടെ മക്കളെയും അവൻ പിടിച്ചുകൊണ്ടുപോയി, പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി. 722 BC ചരിത്ര സംഭവമാണ്. 586 BC തെക്കേ ദേശവും പിടിച്ചുകൊണ്ടുപോയി.
അതിനുശേഷം AD 70 കർത്താവ് യേശു ക്രിസ്തു മരണശേഷം ഏകദേശം AD 33 മരിച്ചുവെങ്കിൽ AD 70 റോമാ സാമ്രാജ്യം കടന്നു വന്ന് അവരെ ദേവാലയം നശിപ്പിക്കുകയും ലോകമെമ്പാടും ഈ യഹൂദജനം ഈ ശിക്ഷയുടെ അടിസ്ഥാനത്തിൽ അവർ ലോകം മുഴുവൻ ചിതറിക്കുകയും ചെയ്തു. എന്നാൽ 1870 വർഷങ്ങൾക്ക് ശേഷം ദൈവം അവർ വീണ്ടും കൊണ്ടുവന്ന് രാഷ്ട്രമായി, ശക്തമായ രാഷ്ട്രമായി ശത്രുക്കളുടെ മധ്യത്തിൽ ഇന്ന് വീണ്ടും സ്ഥാപിച്ചിരിക്കുകയാണ്. ദൈവം ഉദ്ദേശിച്ച, ദൈവം യുദ്ധം ചെയ്ത് ജയിച്ച ആ കാനാൻ ദേശം ഇന്ന് അവർക്ക് തിരിച്ചു, എന്നാൽ അത് പൂർണ്ണമായിട്ട് ലഭിച്ചിട്ടില്ല എന്നുള്ളതും നമുക്കറിയാം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞതുപോലെ ഈ ദേശത്തിന് 722 BC മുതൽ ഉള്ള കാലഘട്ടത്തിൽ നമ്മൾ പരിശോധിച്ചാൽ അസീറിയയ്ക്ക് ഇതിന് അവകാശമുണ്ട്. കാരണം അവർ യുദ്ധം ജയിച്ച സ്ഥലമാണ്. 586 നെബൂഖദ്നേസർ ജയിച്ച സ്ഥലമാണ്. റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ 70 അവർ മൊത്തമായിട്ട് നശിപ്പിച്ച് അതിനെ മൊത്തം കീഴടക്കിയത്. അവർക്കെല്ലാം അവകാശമുള്ളതാണ്. അതിനുശേഷം പല സാമ്രാജ്യങ്ങൾ അതിലൂടെ കടന്നുപോയി. അങ്ങനെ ഒരുപാട് അവകാശികളുണ്ടാകും. എന്നാൽ ഇന്ന് ഒരു പ്രത്യേക കൂട്ടം മാത്രമാണ് അതിന് അവകാശങ്ങൾ പറയുന്നത്. അതിന് UN കൂട്ടു നിൽക്കുകയാണ്, ബ്രിട്ടൻ കൂട്ടു നിന്നു. അങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് എതിരായി ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി അത് ദൈവം ഉദ്ദേശിച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നമുക്ക് അറിയാം. അങ്ങനെ AD 70 അവസാനമായി ഇസ്രായേൽ ചിതറിക്കപ്പെട്ടു. 1940 മെയ് മാസം 14 വീണ്ടും രാഷ്ട്രമായി തീർന്നു. അത് രാഷ്ട്രമായി തീർന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അന്നു മുതൽ ഇന്ന് വരെയും സംഭവിക്കാനിരിക്കുന്ന 7 വർഷത്തെ മഹോപദ്ര കാലത്തും യേശുക്രിസ്തുവിൻ്റെ 1000 ആണ്ട് രാജഭരണത്തിലും തുടർന്ന് നിത്യതയിലും 1948 മെയ് 14 രാഷ്ട്രമായി തീർന്ന ഇസ്രായേൽ അവർ ആരംഭിച്ചതുപോലെ തന്നെ തുടരും. ഇനി അവരെ ഈ പ്രദേശത്ത് നിന്ന് മാറ്റാൻ പറ്റത്തില്ല, ഒരു ശക്തിക്കും പറ്റത്തില്ല. കാരണം അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവം സർവശക്തനാണ്. ദൈവം വിചാരിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. എന്നാൽ ഇസ്രായേലിന് അങ്ങനെ വരുന്നത് വരെ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അതും നമുക്ക് വേദപുസ്തകത്തിൽ മാഞ്ഞു പോകാത്ത ലിപികളിൽ തന്നെ എഴുതി സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 1948 മെയ് മാസം 14 വരെ ഇന്ന് വരെയും 2025 മെയ് മാസം 22 വരെയും തുടർന്ന് ഇനി വരാൻ പോകുന്ന 7 വർഷത്തെ മഹോപദ്രവ കാലത്തും 1000 ആണ്ട് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രാജ്യം ഇസ്രായേലിൽ നിന്ന് ഭരിക്കുമ്പോഴും തുടർന്ന് നിത്യതയിലും ഈ ഇസ്രായേൽ എന്നും എന്നേക്കുമായിട്ട് നിലനിൽക്കും. അത് നമ്മൾ ക്രിസ്തീയ ജീവിതത്തിനൊരു ആശ്വാസം നൽകുന്നൊരു കാര്യമാണ്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സങ്കീർത്തന പുസ്തകം 2-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ എൻ്റെ ഒരു നിർണയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെൻ്റെ നിർണയമാണത്. ഇതിന് എറ്റേണൽ ഡിക്രി എന്നാണ് പറയുക. ദൈവം ഈ ഭൂമി സൃഷ്ടിക്കുന്നതിന് മുമ്പേ, ഈ ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നതിന് മുമ്പേ അവൻ നിത്യതയിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിൻ്റെ അവർ തീരുമാനിച്ചൊരു കാര്യമാണ്. തീരുമാനിച്ച കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അതിൽ ചില കാര്യങ്ങളാണിത്. പുത്രനെ സംബന്ധിച്ചും പുത്രൻ്റെ ഇസ്രായേലും അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഇന്നും തുടരുകയാണ്. എന്നാൽ ഇസ്രായേൽ രാഷ്ട്രത്തിന് ശക്തമായ ശത്രുക്കളുണ്ടെന്നും ബൈബിൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ്, ഇസ്രായേൽ ജനം, എന്നാൽ ഇവർക്കെതിരായ ഒരു ശക്തമായ ദുഷ്ടൻ്റെ പ്രവർത്തനങ്ങൾ അത് നമുക്ക് കാണാനും കഴിയും. അത് വേദത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ. അതാണ് നമ്മൾ 2-ാം സങ്കീർത്തനത്തിൽ വായിച്ചത്. അതിലൊരു വേദഭാഗമാണ് സങ്കീർത്തനം 2. അതുകൊണ്ടാണ് നമ്മൾ 2-ാം സങ്കീർത്തനം വായിച്ചപ്പോൾ അതിനകത്ത് സങ്കീർത്തനം 2-ാം സങ്കീർത്തനം ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നത് എന്ത്? യഹോവയും അവൻ്റെ അഭിഷക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എന്ന് എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നതെന്ന് എന്ന് പറഞ്ഞാൽ യഹൂദൻ്റെ ഇന്ന് വന്ന വാഗ്ദത്ത മശീഹയാണ് കർത്താവ് യേശു ക്രിസ്തു. അപ്പോൾ അവനും അവൻ്റെ ജനത്തിനും എതിരായിട്ട്, അവൻ്റെ ഭൂമിക്കും എതിരായിട്ട്, അവൻ ദൈവം അവർ കൊടുത്ത ഭൂമി, ദേശം, അതിനെതിരായിട്ട് വലിയ ശത്രുത ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട്
ഈ ശത്രുക്കളെ സംബന്ധിച്ച് 2-ാം സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്. അതാരൊക്കെയാണ് ഈ ശത്രുക്കൾ? ഇസ്രായേലിൻ്റെ ശത്രുക്കൾ. ഒന്ന് ജാതികൾ. ഒന്നാം വാക്യം, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതും. അപ്പോൾ 2 കൂട്ടരാണ്, ജാതികൾ, വംശങ്ങൾ. രണ്ടും. എന്നാൽ 2-ാം വാക്യത്തിൽ അവർ പറയുന്നത് യഹോവയ്ക്കും അവൻ്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ 2 കൂട്ടരെ കൂടി ഇവിടെ വേദത്തിൽ പറയുന്നുണ്ട്. ആദ്യമേ ജാതികൾ, പിന്നെ വംശങ്ങൾ. 3-മതായിട്ട് രാജാക്കന്മാർ. 4-മതായിട്ട് അധിപതികൾ. ഇതെല്ലാം ഇന്നും നമ്മുടെ ഭൂമിയിലുണ്ട് എന്നുള്ളത് വളരെ നമുക്ക് തൊട്ട് വിശ്വസിക്കാവുന്ന ഒരു വലിയ യാഥാർത്ഥ്യം ആണ്. അതുപോലെ തന്നെ ഈ ശത്രുക്കളുടെ ആലോചന എപ്രകാരമാണ് എന്നും എഴുതിയിട്ടുണ്ട്. എന്താണ് അവരുടെ മനസ്സിലുള്ളത്? ആ മനസ്സിൽ നമുക്ക് ആർക്കും മനസ്സ് കാണാൻ പറ്റത്തില്ല. മനസ്സിലെ പ്രവർത്തനങ്ങളാണ്, മനസ്സിൻ്റെ ആലോചനകളാണ് പ്രവർത്തനങ്ങളായിട്ട് നമുക്ക് ഇന്ന് ഈ ലോകത്തിൽ കാണാൻ പറ്റുന്നത്. ദുഷ്ടൻ്റെ ആലോചനകൾ, യഹോവയ്ക്കും അവൻ്റെ അഭിഷിക്തനും എതിരായിട്ടുള്ള യഹോവയ്ക്കും അവൻ്റെ പാലം പദ്ധതിക്കും അവൻ കൊടുത്തിരിക്കുന്ന ദേശത്തിനും ആ മനുഷ്യർക്കും അവരുടെ വാഗ്ദാനങ്ങൾക്കും എതിരായിട്ടുള്ള വലിയ ഒരു ശത്രുത ഇവിടെ പണി. അവരുടെ ആലോചനകൾ എന്താണെന്ന് നമുക്ക് 2-3 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. യഹോവയ്ക്കും അവൻ്റെ അഭിഷേകത്തിന് വിരോധമായി ഭൂമിയുടെ രാജാക്കന്മാരും തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നു. ആലോചനയാണ്. കൗൺസിൽ എന്ന് എഴുതിയിരിക്കുന്നത്. കൗൺസിലിൽ തീരുമാനം എടുക്കും, എന്നിട്ട് അത് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യും. ആർക്കെതിരായാണ്? യഹോവയ്ക്കും അവൻ്റെ അഭിഷേകത്തിനും. ആ അഭിഷേകത്തിന് നമുക്കാണ് യേശു ക്രിസ്തു ആണെന്ന് നമുക്കറിയാം. അതാണ് യഹൂദന്മാരുടെ മശീഹ, വാഗ്ദത്ത മശീഹ. അപ്പോൾ 2-ാം സങ്കീർത്തനം 2-ാം വാക്യം 3-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, നാം അവരുടെ കെട്ടുകളെ, ഈ ജാതികളും വംശങ്ങളും ഈ രാജാക്കന്മാരും അധിപതികളും ആലോചിച്ച് അവരെന്താണ് അവരുടെ ആലോചന? നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളക എന്നുള്ളതാണ് അവരുടെ ആലോചന. എന്നാൽ സങ്കീർത്തന പുസ്തകം 83-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ ആ സങ്കീർത്തനവും ഈ യഹോവയ്ക്കും അവൻ്റെ ശത്രുക്കൾക്കും ഇസ്രായേലിനുമെതിരായിട്ടുള്ള ഒരു വെളിപ്പാടാണ്. അവിടെ 83-ാം സങ്കീർത്തനം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് ബോധ്യമാകാൻ തക്കവണ്ണം ഞാനത് വായിച്ച് കേൾപ്പിക്കുകയാണ്. ഇത് എൻ്റെ വാക്കുകളല്ല, ഇത് ദൈവവചനത്തിലുള്ള വാക്കുകളാണ്. സങ്കീർത്തനം 83 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ദൈവമേ മിണ്ടാതിരിക്കരുതേ, ദൈവമേ മൗനമായും സ്വസ്ഥമായും ഇരിക്കരുതേ. ഇതാ നിൻ്റെ ശത്രുക്കൾ കലഹിക്കുന്നു, നിന്നെ പകയ്ക്കുന്നവർ തല ഉയർത്തുന്നു. അവർ നിൻ്റെ ജനത്തിൻ്റെ നേരെ ഉപായം വിചാരിക്കുകയും നിൻ്റെ ഗുപ്തന്മാരുടെ നേരെ ദുരാലോചന കഴിക്കുകയും ചെയ്യുന്നു. വരുവിൻ, ഇസ്രായേൽ ഒരു ജാതിയായിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളക, അവരുടെ പേർ ഇനി ആരും ഓർക്കരുത് എന്ന് അവർ പറഞ്ഞു. അവർ ഇങ്ങനെ ഐക്യമത്യത്തോടെ ആലോചിച്ച് നിനക്ക് വിരോധമായി സഖ്യത ചെയ്യുന്നു. നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന കാര്യങ്ങളാണത്. ഇന്ന് ഇസ്രായേൽ പൂർണ്ണമായിട്ട് അവരെ അവസാനത്തെ യഹൂദനെ കൊല്ലുവാൻ തക്കവണ്ണം, അവരുടെ ഭൂമി പിടിച്ചെടുക്കാൻ തക്കവണ്ണം, വാഗ്ദത്ത ഭൂമി പിടിച്ചെടുക്കാൻ തക്കവണ്ണം ശക്തമായ ശത്രുക്കളുടെ ആലോചന നടക്കുകയാണ്. അത് ഇന്ന് അറബികൾ മാത്രമല്ല, ഈ ഇവിടെ പറയുന്ന അതിൻ്റെ വിവരണവും ശത്രുക്കളുടെ വിവരണവും 6 മുതൽ 8 വരെ വാക്യങ്ങൾ എഴുതിയിരുന്നു. അത് വായിച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയാം. അതിന് 6-ാം വാക്യം മുതൽ ആരൊക്കെയാണ്, 6 മുതൽ 6, 7, 8 വാക്യങ്ങളിൽ ആരൊക്കെയാണ് ഈ ശത്രുക്കൾ? എദോമ്യരുടെയും ഇശ്മായേലരുടെയും കൂടാരങ്ങളും മോവാബ്യരുടെ ഹഗയ്യരും കൂടെ ഗബാലും അമ്മോനും അമൂലേക്കും ഫിലിസ്ത്യ ദേശവും സോർ നിവാസികളും അശൂരും അവരോട് യോജിച്ച് അവർ ലോത്തിൻ്റെ മക്കൾക്ക് സഹമായി തിരികെ. ഇവിടെ എഴുതിയിരിക്കുക ശത്രുക്കളുടെ പേരുകൾ വേദത്തിൽ എഴുതിയിരിക്കുക. എന്നാൽ ഇത് പഴയ നിയമത്തിലെ പഴയ ചരിത്രത്തിലെ യാഥാർത്ഥ്യമാണിത്. എന്നാൽ ഇന്ന് കാലാകാലങ്ങളിലായിട്ട് ഇതേ സ്ഥലങ്ങൾ തന്നെ പുതിയ പുതിയ പേരുകളിൽ ആയിത്തീർന്നിട്ടുണ്ട്. കാരണം ഈ സ്ഥലങ്ങൾ മുഴുവൻ ഏകദേശം 7 സാമ്രാജ്യങ്ങൾ കടന്നുപോയ ഭൂമിയാണ്. അതുകൊണ്ട് പലരും പല പേരുകളൊക്കെ മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഇത് നമുക്ക് കാണാവുന്ന വിശ്വസിക്കാവുന്ന രാജ്യങ്ങൾ തന്നെയാണ്. അവർ ചുറ്റും ഇസ്രായേലിന് ചുറ്റുമാണ് അവർ ഇസ്രായേലിനെയും ഇസ്രായേലിൻ്റെ ഭൂമിയെ പിടിച്ചെടുക്കാൻ, ഇസ്രായേലിനെ നശിപ്പിച്ച് അവർ ഭൂമിയിൽ ഇല്ലാത്ത വണ്ണം ഹിറ്റ്ലർ ശ്രമിച്ചു. എന്നാലത് പഴയപ്പോയി.
ഇപ്പോഴും അത് പുതിയ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ശത്രുക്കളുടെ വിവരണം 83 സങ്കീർത്തനം 6-8 വരെയുള്ള വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ 2-ാം സങ്കീർത്തനത്തിലും ഈ സങ്കീർത്തനത്തിലും നമ്മൾ വായിക്കുമ്പോൾ ചില ബുദ്ധിയുപദേശം നമുക്ക് നൽകിയിട്ടുണ്ട്. ബുദ്ധിയുപദേശം അതൊരു ക്രൈസ്തവൻ എന്നുള്ള നിലയിൽ, വേദപുസ്തകത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, ഈ വേദപുസ്തകത്തിലെ ദൈവത്തിലും ഈ വേദത്തിലെ പുത്രനിലും ആ യഹൂദൻ്റെ മശീഹായിലും അവൻ്റെ കാൽവരി മരണത്തിലും പുനരുദ്ധാരത്തിലും വിശ്വസിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഒരാശ്വാസമുള്ള ഒരു കാര്യം, ഒരാലോചന നൽകിയിരിക്കുകയാണ്. ഒരാലോചനയായിട്ട് ഈ ആലോചന നമ്മൾ സുവിശേഷത്തിലൂടെ പറയണം മറ്റുള്ളവരോട്. അത് 2-ാം സങ്കീർത്തനം അതിൻ്റെ 10 മുതൽ 12 വരെയുള്ള കാര്യങ്ങൾ ഉപദേശത്തിന് നമുക്ക് ഗുണകരമാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2-ാം സങ്കീർത്തനം അതിൻ്റെ 11 മുതൽ 12 വരെയുള്ള 10 മുതൽ 12 വരെ വാക്യങ്ങൾ. 2-ാം സങ്കീർത്തനം നമ്മൾ ദീർഘകാലം പഠിക്കാൻ തക്കവണ്ണം നമുക്ക് വിഷയങ്ങളുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 1000 ആണ്ട് വാഴ്ച അവനന്ന് ശക്തമായ ഒരു രാജാവായിട്ട് വാഴുന്ന കാലമുണ്ട് എന്നുള്ളതും നാം ഓർത്തിരിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, ഭയത്തോടെ യഹോവയെ സേവിപ്പിൻ, വിറയലോടെ ഘോഷിച്ചുല്ലസിപ്പിൻ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ. അവൻ്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും. അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. നമ്മുടെ സുവിശേഷം ഈ ബൈബിൾ പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരമമായ ഉദ്ദേശം ഇതാണ്. ഈ പുത്രനെ ചുംബിക്കാൻ തക്കവണ്ണം, അവനിൽ വിശ്വസിക്കാൻ തക്കവണ്ണം നിങ്ങൾക്ക് ബുദ്ധിവിദേശം നൽകുക, തിരുവചനത്തിൽ കാണിച്ചു തരിക എന്നുള്ളത് തന്നെ, അതുമാത്രമാണ് എന്നെയും ഞങ്ങളുടെ ടീമിനെയും സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ 10-ാം അധ്യായം 2-ാം സങ്കീർത്തനം 10 മുതൽ 12 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ വലിയൊരു ഉപദേശം. അതാർക്കൊക്കെയാണ്? ആകെ രാജാക്കന്മാരെ ബുദ്ധി പഠിപ്പിൻ, ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുവിൻ, ജാതികളും വംശങ്ങളും ബുദ്ധി പഠിപ്പിൻ, നിങ്ങളും ഞാനും ബുദ്ധി പഠിപ്പിൻ, പുത്രനെ ചുംബിക്കാൻ തക്കോണം. കാരണം അവൻ കോപിക്കുന്ന ഒരു നാൾ വരുന്നുണ്ട്. അവൻ്റെ കോപം വെളിപ്പെടുത്തുന്ന നാളുകൾ സമീപത്ത് വന്ന്, അതാണ് നമ്മൾ ഈ ലോക ചരിത്രത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കൺമുമ്പിൽ നടക്കുന്നത്, നമ്മൾ കാണുന്നത്. അതിനിടയിൽ ഇന്ന് ഇപ്പോൾ ഈ വരാൻ പോകുന്ന വലിയ ഒരു വിപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം നമ്മൾ സുവിശേഷീകരിച്ച് നടക്കുമ്പോൾ പ്രസിഡന്റ് ട്രംപ് ഇന്ന് സമാധാനവും സമൃദ്ധിയും സുരക്ഷയും ഈ ലോകത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. സമാധാനം, സമൃദ്ധി, സുരക്ഷ, അത് ശ്രമിക്കുകയാണ്. അത് ശ്രമിക്കുന്നതുകൊണ്ട് ഈ ഒരു തെറ്റുമല്ല കേട്ടോ. സമാധാനം ആവശ്യസിക്കുന്ന ഭാഗ്യവാന്മാർ, അത് നല്ല കാര്യമാണ്. നമുക്ക് സമാധാനം, അതുകൊണ്ടാണ് പുള്ളി സമാധാനത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വേദപുസ്തകം വിശ്വസിക്കുന്ന, വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ യുദ്ധത്തിന് മുമ്പ് നമ്മളൊരു സമാധാന പ്രഖ്യാപനം നടത്തണം. നിങ്ങളിങ്ങനെ ചെയ്യാൻ പാടില്ല, നിങ്ങളിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റാണ്, അത് അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ആക്രമിക്കും. അങ്ങനെ പറഞ്ഞ് അവർ ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് യുദ്ധം പ്രഖ്യാപിക്കുന്നത്. അതാണ് മാന്യമായ യുദ്ധം വേദപുസ്തക പ്രകാരമുള്ളത്. അല്ലാതെ ഈ രാത്രി വന്ന് പിള്ളേരെ പിടിച്ചുകൊണ്ട് പോയി ബന്ദികളായിട്ട് വെച്ച്, മരിച്ചവരെ ബന്ദികളായിട്ട് വെച്ചുള്ള അതല്ല യുദ്ധത്തിൻ്റെ മുറ. പറയണം ഞങ്ങൾ ഇന്ന കാര്യങ്ങളുണ്ട്, ഞങ്ങൾ യുദ്ധം ചെയ്ത്. അങ്ങനെയാണ് ഇന്ന് ട്രംപ് പറയുന്നത്. ഞാൻ സമാധാനം ശ്രമിക്കുകയാണ്, ഞാൻ സമൃദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കുകയാണ്, സുരക്ഷയ്ക്ക് വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളത് ചെയ്യുന്നില്ല എങ്കിൽ ഞാൻ ബോംബിടും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മധ്യത്തിൽ അതിൻ്റെ മറുഭാഗത്ത് ശത്രുക്കൾ ശക്തമായി ഇസ്രായേലിനും യഹോവയ്ക്കും ക്രിസ്തുവിനുമെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടം അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഇതെല്ലാം ഇസ്രായേലിൻ്റെ മനം തിരിക്കാൻ 7 വർഷത്തെ മഹോദരകാലത്തേക്കുള്ള ഒരുക്കങ്ങളാണ്. ഇന്ന് ട്രംപ് ശ്രമിക്കുന്നതും അറബ് രാജ്യങ്ങളും യൂറോപ്പും ഇന്ന് 195 രാഷ്ട്രങ്ങളുള്ള UN-ൽ ഇസ്രായേലിനെതിരായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം 194 ശത്രുക്കളാണ്. 194 ശത്രുക്കളുള്ള ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ. ചിലർ വാക്കുകൊണ്ട് വായ കൊണ്ടൊക്കെ ഇങ്ങനെ ചുമ്മാ പറയാൻ ഞങ്ങൾ
ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തു. പക്ഷേ വാസ്തവത്തിൽ ചെയ്യുന്നില്ല അവർ. അങ്ങനെയുള്ള ഈ ലോകത്തിൽ ദൈവം തൻ്റെ പദ്ധതി പൂർത്തിയാക്കാൻ തക്കവണ്ണം ഒരു ഭാഗത്ത് സമാധാനവും സമൃദ്ധിയും സുരക്ഷയും പ്രസിഡന്റ് ട്രംപ് ഏറ്റവും ശക്തനായ വ്യക്തിയാണ്, നേതാവാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് ശത്രുക്കൾ അതിനെതിരായിട്ട് പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണത്? ഇസ്രായേൽ മനം തിരിഞ്ഞ് അവരുടെ മശീഹായിലേക്ക് തിരിഞ്ഞ് അവർക്ക് വാഗ്ദത്ത ദേശം ലഭിക്കണം, രാജാവിനെ ലഭിക്കണം, നിത്യമായ കാര്യങ്ങളിൽ അവർ പൂർത്തീകരിക്കണം. അതിനുവേണ്ടി ഒരുക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ആശ്വാസവും സമാധാനവും തീർച്ചയായിട്ടും ലഭിക്കും. അപ്പം അങ്ങനെ നമ്മുടെ ഈ സമാധാന സമൃദ്ധിയും സുരക്ഷയ്ക്കായിട്ടുള്ള പ്രസിഡന്റ് ട്രംപിൻ്റെ ശ്രമങ്ങൾ ഇതെല്ലാം ഇസ്രായേലിൻ്റെ മനം തിരിക്കുവാൻ 7 വർഷത്തെ മഹോദരത്തിലേക്കുള്ള ഒരുക്കങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന് അനുഗ്രഹമായി. ഇസ്രായേലിൻ്റെ അവസാനത്തെ ജയം, കനാൻ ദേശം ഇസ്രായേലിന് വേണ്ടി യഹോവ ശത്രുക്കളെ സംഹരിച്ച് ദേശം കൈവശമാക്കിയതുപോലെ യേശു ക്രിസ്തു വന്ന് ഇസ്രായേലിന് ജയം നൽകും. കാനാൻ ദേശം അത് വേറെ ജാതികളുടെ സ്ഥലമായിരുന്നു. കാനാൻ ദേശം അതിൻ്റെ അതിരുകൾ തിരിച്ച് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത് അവരെ പുറത്താക്കി നിങ്ങൾക്കത് നൽകിയിരിക്കുകയാണ്. എന്നാൽ അവർ പൂർണ്ണമായിട്ട് ചെയ്തില്ല. അവർ അനുസരണക്കേട് കാണിച്ചു. അവർ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. അവരിന്ന് രാഷ്ട്രമായി തീർന്നിരിക്കുകയാണ്. ഇനി അവർ കുത്തിയങ്കിലേക്ക് നോക്കുവാൻ തക്കവണ്ണം, കർത്താവ് യേശു ക്രിസ്തുവിനെ വിളിക്കുവാൻ തക്കവണ്ണം 7 വർഷത്തെ മഹോദരകാലത്ത് കൊണ്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് അവർ വിളിക്കും, കർത്താവ് വരും. കാനാൻ ദേശത്ത് പിടിച്ചടക്കിയതുപോലെ യേശു ക്രിസ്തു ശത്രുക്കളെ, ഇസ്രായേലിൻ്റെ ശത്രുക്കളെ, യഹോവയുടെ ശത്രുക്കളെ, ദൈവത്തിൻ്റെ ശത്രുക്കളെ, വേദപുസ്തകത്തിൻ്റെ ശത്രുക്കളെ, ക്രിസ്തുവിൻ്റെ ശത്രുക്കളെ അവൻ തോൽപ്പിച്ച് പരാജയപ്പെടുത്തി ഈ ദേശം, വാഗ്ദത്ത ദേശം ഈ ഇസ്രായേലിന് കൊടുക്കും. അവർ നിത്യമായി അവിടെ വസിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ ഇസ്രായേലിന് ഇനി പ്രശ്നങ്ങൾ കടന്നു പോകും. അതീവ ഗുരുതരമായ പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കേണ്ടി വരും. അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ സമാധാനവും സമൃദ്ധിയും സന്തോഷവും ഉണ്ടാകും. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ കഴിയും. ഇപ്രകാരമുള്ള ദൈവവചന അറിവ് ക്രൈസ്തവ ജീവിതത്തിന് അനുഗ്രഹമാണ്. അതാണ് ഇന്നത്തെ മെസ്സേജ്. ഈ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് നമുക്ക് അറിവ് അനുഗ്രഹമായി തീരും. ആയതിനാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ആത്മീയ ജീവിതം ആരംഭിക്കുക. അതാണ് നമ്മളെ സംബന്ധിച്ച് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുവൻ ക്രിസ്തുവിലവൻ പുതിയ ക്രിസ്ത്യാൻ. ഇനി നമ്മൾ ഏറ്റവും സുരക്ഷിതരാണ് എന്നുള്ളൊരു ആ കാര്യം, നമ്മുടെ പാപക്ഷമ മാത്രമല്ല, നമുക്ക് നീതി ലഭിച്ചു എന്ന് മാത്രമല്ല, നമ്മൾ ദൈവയുടെ കൂട്ടായ്മയുണ്ട്, നിത്യമായ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് അർഹരാണ്. അവകാശത്തിൻ്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നമുക്കൊന്നും ഭയപ്പെടാനില്ല. അതുകൊണ്ട് നമുക്ക് സമാധാനവും സമൃദ്ധിയും സുരക്ഷയും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. അങ്ങനെ അതിനു വേണ്ടി യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ആത്മീയം ആരംഭിക്കുക, ദൈവവചനപ്രകാരം സമാധാനമായി ജീവിക്കുക. അതുകൊണ്ടാണ് ദൈവവചന പഠനം. നമ്മൾ വളരെ ദീർഘനാളുകൾ രക്ഷയെക്കുറിച്ചായിരുന്നു വിഷയം. എല്ലാ മെസ്സേജിലും രക്ഷയെ സംബന്ധിച്ച് വിഷയമുണ്ട്. അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം. എന്നാൽ അവിടെ നിന്ന് ആ രക്ഷിക്കപ്പെട്ടതിന് ശേഷം, ആത്മീയ പാപക്ഷമ ലഭിച്ചതിന് ശേഷം, യേശുക്രിസ്തുവിൽ വിശ്വസിച്ചതിന് ശേഷമുള്ള ജീവിതം, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ സമാധാനവും ആശ്വാസവും ലഭിക്കണമെങ്കിൽ ഈ അറിവ് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, ആത്മീയ ജീവിതം ആരംഭിക്കുക, ദൈവവചനപ്രകാരം സമാധാനമായി ജീവിക്കുക. ദൈവം നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ പ്ലാനും പദ്ധതിക്കുമായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. നന്ദിയോടെ അവിടത്തേക്ക് നന്ദി പറയുന്നു. അത് മനസ്സിലാക്കി പുത്രനെ ചുംബിക്കാൻ തക്കവണ്ണം അടിയങ്ങളെ സഹായിക്കണമേ. ശത്രുവിനെ തിരിച്ചറിയുവാനും മിത്രത്തെ തിരിച്ചറിയുവാനും ദൈവം ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാകിയാൽ സ്വീകരിക്കണമേ സ്വർഗീയ പിതാവേ. നിങ്ങൾ കേട്ടതിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം, തുടരാം.